തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ വലിയൊരു ഒരു ഒരു ഏരിയയാണ്. അതിൻ്റെ ദൂരെ നിന്ന് നീല നിറത്തിൽ ഒരു മല ഇങ്ങനെ കണ്ടു തുടങ്ങുന്നു. അതിൽ പുക ഇങ്ങനെ പൊന്തി ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റ് വരുന്ന സമയത്ത് ആ പുകയിലേക്കും ആ മലയിലേക്കുമാണ് ഈ ലൈറ്റ് അടിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപാരമായൊരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടി കാണുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന്. ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു വീട്ടിൻ്റെ മുന്നിൽ പെട്രോൾ അടിക്കുന്നത്, വീട്ടിലൊരമ്മ വരുന്നു, അവിടുന്ന് പെട്രോൾ അടിച്ചു. പമ്പ് വീട്ടിൻ്റെ മുറ്റത്തൊരു പമ്പാണ്. നമ്മളെ നാട്ടിലൊരു പമ്പ് ഉണ്ടാക്കണമെങ്കിലുള്ള സുരക്ഷയും കത്താൻ സാധ്യതയും ഒരുപാട് ഒന്നുമില്ല. പമ്പെന്നോല് നിറച്ചു കൊടുക്കുന്നുണ്ട്. അത് കള്ളവാറ്റോ അല്ലെങ്കിൽ കള്ള പെട്രോളോ അല്ല, നല്ല ഒറിജിനൽ പെട്രോൾ കൊടുക്കുന്നത് തന്നെ. അതും ഒരു അഗ്നിപർവ്വതത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്ന വീട്ടിൽ ഒരു ആൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജകീയമായിട്ട് പറഞ്ഞയക്കുക എന്ന ഒരു രീതി, അത് വലിയ ചടങ്ങും ഒരുപാട് പൂക്കളും ഒരുപാട് ഒരുക്കങ്ങളുള്ളൊരു ഗ്രാമീണ ഉത്സവമാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് കയറി നോക്കുമ്പോൾ ഒരു മരണാനന്തര ചടങ്ങാണ്. യാത്രകൾ പലപ്പോഴും പച്ചപ്പുള്ള മനോഹരമായ ഭൂപ്രദേശങ്ങളിലേക്കോ ഗ്രാമങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ സിറ്റി ലൈഫിലേക്കോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അഗ്നിപർവ്വതം കാണാനായി പോയ കഥയാണ് ഡോക്ടർ അജ്മൽ മൊയ്ൻ പറയുന്നത്. മുക്കം MAMO കോളേജിലെ ചരിത്രാധ്യാപകനാണ് അദ്ദേഹം. നിരന്തരമായി യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്വാഗതം. സാധാരണ പോകുന്ന യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയായിരിക്കും ഇന്തോനേഷ്യയിലെ ബ്രോമോ ഹിൽസ്, മൗണ്ട് ബ്രോമോയിലേക്കുള്ള യാത്ര. ഒരു അഗ്നിപർവ്വതം കാണാൻ എന്താണ് ഇപ്പോൾ അവിടെ കാണാനുള്ളത്? അഗ്നിപർവ്വതം കാണാൻ മാത്രമായിരുന്നില്ല, നമ്മളൊരു ടീമാണ്. ഒരുപാട് ഭാഗത്തേക്ക് ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇന്തോനേഷ്യ കാണുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വന്നത്. അത് നമ്മളുടെ ഒരു സുഹൃത്ത് ലുക്കുമാനുമായി സംസാരിച്ചു. അങ്ങനെയാണ് ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളുടെ നാട്ടുകാരുടെ ഒരു ധാരണ ബാലിയാണ്. ബാലിയിലുള്ള ആക്ടിവിറ്റീസ്, വാട്ടർ ആക്ടിവിറ്റീസ്, ആ ഒരു ഭാഗം മാത്രം കവർ ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇന്തോനേഷ്യയുടെ ഒരു കൾച്ചർ, ഗ്രാമങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ബാക്കി ഭാഗങ്ങൾ കൂടി കാണണം എന്ന ഒരു പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്തോനേഷ്യയിലെ ബാലിയുടെ ഒരു എൻഡിൽ നിന്ന് പിന്നീട് ആ ഇന്തോനേഷ്യയുടെ ബാലി കഴിഞ്ഞിട്ട് ജാവ ദ്വീപിലേക്ക് കടന്ന് ജാവയുടെ ഒരു എൻഡിൽ നിന്ന് ജക്കാർത്ത വരെ ബൈ റോഡ് യാത്ര ചെയ്തിട്ടുള്ളൊരു ദീർഘമായ യാത്രയായിരുന്നു. ഈ യാത്രയിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഈ അഗ്നിപർവ്വതം. അങ്ങനെയാണ് ഈ അഗ്നിപർവ്വതത്തിലേക്ക് എത്തുന്നത്. ശരിക്കും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഈ ബ്രോമോ എന്താണെന്ന് കൃത്യമായിട്ട് വലിയ ധാരണ ഒന്നും എനിക്കുമില്ലായിരുന്നു. ഞങ്ങൾ ബാലിയിലെത്തുന്നു. ബാലിയിൽ നിന്ന് ബൈ റോഡ് ദീർഘമായി യാത്ര ചെയ്യുന്നു. അതിനുശേഷം ബാലിയിൽ നിന്ന് ജാവയിലേക്ക് അടുക്കാൻ ബനുവാങ്ങി എന്നൊരു ഒരു ഫെറി ഉണ്ട്. അവിടെ ബനുവാങ്ങിയിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ നീണ്ട യാത്രയാണ്. അപ്പോൾ നമ്മളുടെ കേരളം പോലുള്ളൊരു ടെറൈനാണ്. പിന്നെയാണ് ഇത് മല കയറുന്നത്. മല കയറി ഏകദേശം ഒരു ഊട്ടി പോലുള്ളൊരു സെറ്റപ്പ്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലേക്ക് എത്താണ്. വൈകുന്നേരമാണ്. അവിടെ എത്തുമ്പോഴേക്കും അവിടെ കാര്യമായ ആളുകളൊന്നുമില്ല. ഒരു ഗ്രാമം പോലുള്ളൊരു സ്ഥലം, നല്ല തണുപ്പ്. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് രാത്രിയിൽ അവിടെ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ആ കച്ചവടക്കാരടുത്ത് അവരുടെ വ്യത്യസ്തമായ ചില ടേസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങളോട് ഗൈഡ് പറഞ്ഞു രാവിലെ 2 മണിക്ക് റെഡി ആവണമെന്ന് പറഞ്ഞു. ഓക്കെ, പുലർച്ചെ ഈ സാധാരണ സൺറൈസ് ട്രക്കിംഗ് ആണ് അവിടെ. നമ്മളെ അതിൽ വോൾക്കാനോ സൺറൈസ് കാണാം, വോൾക്കാനോ കാണാം, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 2 മണിക്ക് ഞങ്ങൾ എണീറ്റു. 2:30-3 മണിയാകുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ രാത്രി വന്നപ്പോൾ ആളൊന്നുമില്ലാത്ത അവിടെ നിറയെ 100 കണക്കിന് ഈ ജീപ്പുകൾ, അത് ജിപ്സി പോലുള്ള ഫോർ വീൽ ജീപ്പുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ലൈറ്റ് ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി കാണിച്ചു തന്നു. ഞങ്ങളുടെ വണ്ടിയിൽ കയറി. പിന്നെ അങ്ങനെ ഈ നട്ടപ്പാതിരക്കുള്ള യാത്രയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങനെ പോയി, പിന്നെ ഒരു ഇറക്കിറങ്ങി, പിന്നെ കുത്തനെ കുറേ കയറി. അവിടെ എത്തുമ്പോഴേക്കൊക്കെ താഴേക്ക് നോക്കുമ്പോൾ വണ്ടികളുടെ ലൈറ്റ് ഇങ്ങനെ നിരന്തരം കാണുന്നുണ്ട്. അപ്പോഴാണ് ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലമാണെന്നും ഇവിടെ കുറേ ആൾ വരുന്നുണ്ടും കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗൈഡ് പറഞ്ഞു ഇനി ഗൈഡില്ല, ഡ്രൈവറാണ്, ഗൈഡൊക്കെ പുറത്താണ്, നടന്നോളൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നടന്നു. കുറേ കയറി നോക്കുമ്പോൾ മലയുടെ അടുത്ത് മുകളിൽ വലിയ ഷോപ്പുകൾ, വലിയ ഷോപ്പല്ല, കുറേ തട്ടുകടകളുണ്ട്. ചായ കച്ചവടം നടക്കുന്നുണ്ട്. ഇരുട്ടത്താണ്. ഞാൻ ആദ്യം നോക്കിയത്, ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, എവിടെ പോയാലും ഒരു ഗ്രൂപ്പ് മലയാളികൾ നമുക്ക് കാണാൻ പറ്റും.
മലയാളികളെ പോയിട്ട് ഇന്ത്യക്കാരെ പോലും കാര്യമായിട്ട് കണ്ടിട്ടില്ല. അവിടെ അതെ. അപ്പോൾ ഞങ്ങളും ചായയൊക്കെ കുടിച്ചു, കാത്തിരുന്നു. പിന്നെ ഓരോരുത്തരിങ്ങനെ ഈ സൺറൈസ് ആവുന്ന സമയത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിൽക്കുന്നത് നിന്നു. അപ്പോൾ ഞങ്ങളൊരു ഏകദേശം നോക്കിയിട്ട് ഒരു ഭാഗത്ത് നിന്നിട്ട് അങ്ങോട്ട് നോക്കി വെക്കുന്നു. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ധാരണ, നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ രാത്രി പോയിട്ടുണ്ടെങ്കിൽ മഞ്ഞിന്ന് അങ്ങനെ എന്തെങ്കിലും കാഴ്ച ഉണ്ടാവും, അതായിരിക്കാം എന്ന പ്രതീക്ഷയിൽ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നും കാണുന്നില്ല. അങ്ങനെ സൂര്യൻ കാണുന്ന ഭാഗം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഒരു സൂര്യോദയമാണ്. കാരണം അവിടെ മഞ്ഞൊന്നും ഉള്ളതായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഹിമാലയൻ ഏരിയ അല്ല, അങ്ങനത്തെ ഒരു ടെറൈനും അല്ല. പിന്നെ ഈ സൂര്യൻ കുറച്ച് ഉദിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ലൈറ്റ് വന്നപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കാണേണ്ടത്. അത് നമ്മൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ വലിയൊരു ഒരു ഏരിയയാണ്. അതിൻ്റെ ദൂരെ നിന്ന് നീല നിറത്തിൽ ഒരു മല ഇങ്ങനെ കണ്ടു തുടങ്ങുന്നു. അതിൽ പുക ഇങ്ങനെ പൊന്തിങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റ് വരുന്ന സമയത്ത് ആ പുകയിലേക്കും ആ മലയിലേക്കുമാണ് ഈ ലൈറ്റ് അടിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപാരമായൊരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടി കാണുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. പിന്നെ ഓരോ അരമണിക്കൂർ ആകുമ്പോഴേക്കും ഈ സൂര്യൻ പൊന്തി വരുന്ന ഒരു അരമണിക്കൂർ സമയമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ നേരം ഏകദേശം ഒരു രാവിലെ ആകുമ്പോഴേക്കും നമ്മളത് കൃത്യമായി കാണുന്നു. ദൂരെ ഒരു മല, ആ മലയിൽ ഇങ്ങനെ ഇത് പൊങ്ങുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുമ്പോഴാണ് അതൊരു ഭയങ്കര ഒരു കാഴ്ചയാണ്. അതൊരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അങ്ങനെ ആ ഏരിയ മുഴുവനും തകർന്നു പോകുന്നുണ്ട്. ശരിക്ക് ഈ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 17,000-ഓളം ദ്വീപുകളുണ്ട്. ഈ 17,000-ഓളം ദ്വീപുകൾ, ഇത് നിൽക്കുന്നത് തന്നെ ഒരു ലോകത്തിലെ തന്നെ ഒരു വോൾക്കാനോ ടെറൈൻ ഒരു റൂട്ടുണ്ട്. ഈ റൂട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. 130ഓളം വോൾക്കാനോസ് ഈ ഭാഗത്തായിട്ട് കിടക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോൾക്കാനോ ആണ് ബ്രോമോ ഹിൽ. ബ്രോമോ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബ്രോമോ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രോമോ ദൂരെ എന്നാണ് കാണുന്നത്. ബ്രോമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ബ്രഹ്മ എന്നാണ്. അത് ഒരു പിന്നെ ഹിന്ദു കൾച്ചറും എല്ലാമുള്ള ഒരു പ്രദേശവും കൂടിയാണ്. അങ്ങനെയാണ് ആ പേര് വരുന്നത്. ബ്രഹ്മ വരുന്നത്. ഈ ഇവരുടെ ഒരു വിശ്വാസപ്രകാരം ഒരു കഥയിൽ പറയുന്നത് ഈ ബ്രോമോ ഒരു വിശുദ്ധമായൊരു സ്ഥലമാണ്. അന്ന് ആ ഭാഗം ഭരിച്ചിരുന്ന രാജാവിന് മക്കളില്ലാതായപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. അവസാനം ഈ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഈ ബ്രോമോയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചപ്പം 25 മക്കളെ ദാനം ചെയ്തു. ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നത് 25ാമത്തെ കുട്ടിയെ നീ ഈ ദൈവത്തിന് വേണ്ടി ബലി നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നല്ല കുട്ടിയായിരുന്നു. രാജാവിനത് കൊടുക്കാൻ തോന്നിയില്ല. ആ വാഗ്ദാനം ലംഘിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് പൊട്ടിത്തെറിക്കുകയും അങ്ങനെ ഒരു വോൾക്കാനായി മാറുകയും ചെയ്തു. അതാണ് ഐതിഹ്യം. അതെ. സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം അതിൽ വരുന്നത്, ഈ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ അതിന് താഴെ മനുഷ്യർ വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനവാസ മേഖലയാവും. കൂടുതൽ ജനവാസം അല്ലെങ്കിലും ആ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു രസം. നമുക്ക് അഗ്നിപർവ്വതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയാനകമായാണെങ്കിലും ഞങ്ങളിപ്പോൾ ബനുവാങ്ങിയിൽ എത്തിയിട്ട് ഹോട്ടലിൽ കയറുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്ക് ഓടണം. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ എപ്പോഴാണ് അവരെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. നോർമലി സംഭവിക്കുന്ന ഒരു സാധനമാണ് ഈ ഭൂകമ്പം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അവരുടെ ആ ഒരു ഗ്രാമീണരുടെ ജീവിതത്തിലേക്കും അവരുടെ ഉത്സവങ്ങളിലേക്കും അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ഗ്രാമീണ ജീവിതം, ഇതൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ഈ യാത്രയിൽ ഒരുപാട് ഗ്രാമങ്ങൾ കാണുന്നുണ്ട്. ഈ ഗ്രാമങ്ങൾ ഞങ്ങൾ നിർത്തി ഗ്രാമീണരുമായി സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഭാഷയാണെങ്കിൽ കൂടി വളരെ നല്ല മനുഷ്യന്മാരാണ്. വളരെ നല്ല ഭക്ഷണശീലങ്ങളാണ്. പ്രത്യേകിച്ച് അവരുടേതായ ഒരു ടേസ്റ്റ്, ഫിഷ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭക്ഷണം അവർ അറേഞ്ച് ചെയ്യുന്നതിന് നല്ല വർണ്ണങ്ങൾ, പല നിറങ്ങളിലുള്ള ഫുഡ്, ഒരുപാട് നിറങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായ രീതികൾ. ഞങ്ങൾ ടേസ്റ്റ് നമുക്ക് അങ്ങനെ പിടിച്ചോളണമെന്നില്ല. എണ്ണ ചിലത് ഒരു പ്രശ്നമാണ്. പലതും കാണാൻ രസമുണ്ടെങ്കിലും കഴിക്കാൻ അത്ര പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും കഴിക്കാൻ പറ്റുന്ന ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഈ ഇപ്പോൾ ബ്രോമോയിൽ ഞാൻ പറഞ്ഞല്ലോ, ബ്രോമോയിൽ ഈ ഗ്രാമീണരായ ആളുകൾ ഈ വർഷത്തിലൊരിക്കൽ വന്നിട്ട് അവരുടെ പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ ഈ വോൾക്കാനോയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരിതുണ്ട്. പണ്ട് രാജാവിൻ്റെ കടം തീർക്കാണെന്ന് തോന്നുന്നു. ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് വലിച്ചെറിയും. അപ്പോൾ അവിടെ തന്നെ അത് വിശ്വാസികളല്ലാത്ത നാട്ടുകാരായ വേറെ ആളുകളുണ്ട്. ഇവരത് വന്ന് പെറുക്കാൻ താഴേക്ക് ഇറങ്ങിയിട്ട് വീഴുന്നതിന് മുമ്പ് പെറുക്കിയെടുക്കുന്ന ആളുകളും
അവിടെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ആ വോൾക്കാനോ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്, പിന്നെ ഈ ഞങ്ങൾ പറഞ്ഞത് ദൂരെ നിന്ന് കണ്ടു. അതിന് ശേഷം ഞങ്ങൾ ജിപ്സിയിൽ കയറിയിട്ട് തിരിച്ച് താഴെ ഇറങ്ങിയിട്ടാണ് ഒരു കിലോമീറ്ററോളം ദൂരെ നമ്മൾ നിർത്തും. അതിനുശേഷം കുറേ നടന്നതിന് ശേഷം 250 സ്റ്റെപ്പ് നമുക്ക് മുകളിലേക്ക് കയറണം. ഈ മുകളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഒരു റോറിങ് സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാം. അതായത് നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കണ്ട വോൾക്കാനോ നേരിൽ കാണാൻ വേണ്ടി അടുത്തേക്ക് പോവാണ്, അതിലേക്ക് എത്താൻ പറ്റും. അതോ അതിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചൂടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അനുഭവപ്പെടാനുണ്ടോ? അത്ര ചൂടൊന്നും അനുഭവിക്കുന്നില്ല, ഒരു ഭീകരമായ ഒരു ശബ്ദമുണ്ട്. ഒരു നമ്മളൊരു വലിയ ഏതോ ഒരു ശാലയിലേക്ക് ഒരു കമ്പനിയിലേക്കൊക്കെ ചെത്തുന്ന രീതിയിൽ ഈ മഴയുടെ ഒക്കെ ഒരു ഇരമ്പം അങ്ങനെ കേൾക്കും, ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരെ നിൽക്കുന്നത് പോലെ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഈ ഒരു ഇടയ്ക്കിടയ്ക്കൊരു പുക മുകളിലേക്ക് വരുന്നതും നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഒരു ജഹന്നം എന്നൊരു സാധനം എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബ്രോമോ ഹിൽസ് കാണുക എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിലൊന്നും അത്ര പോപ്പുലർ അല്ലാത്തൊരു ഡെസ്റ്റിനേഷനാണ്, അതുപോലെ തന്നെ പോപ്പുലർ അല്ലാത്തൊരു ടൂർ കൂടിയാണ് ഈ ഡാർക്ക് ടൂറിസം. സാധാരണ യൂറോപ്യന്മാരും അതുപോലെയുള്ള മറ്റ് ലോകസഞ്ചാരികളൊക്കെ അവിടെ എത്തുന്നുണ്ട്. അതെ, നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമേ എത്തുന്നുള്ളൂ. ജാവയിലാണ്, പക്ഷേ ജാവയിൽ എത്തുന്ന എല്ലാവരും ഈ ഒരു ഡെസ്റ്റിനേഷൻ അങ്ങനെ അത്ര എടുക്കാം നോർമലായിട്ട്. പൊതുവെ ജാവയിൽ തന്നെ എത്താറില്ല, ബാലിയാണ് എത്താറുള്ളത്. ജാവയിൽ പിന്നെ കാണാനുള്ള പ്രധാനപ്പെട്ട ഒരു സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ യോഗ്യാകാർത്തയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് ടെമ്പിൾ അവിടെയാണുള്ളത്, ബോറബുദ്ധൂർ ടെമ്പിൾ. ഒരു വേറെ തന്നെ ഒരു അപാരമായ കാഴ്ചയാണ്. ഈ യോഗ്യാകാർത്തയിലുള്ള ആ ബിൽഡിംഗ് ഒക്കെ അതിൻ്റെ സ്ട്രക്ചർ തന്നെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 5 നിലകളിലായിട്ട് മുഴുവനും കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ മുഴുവനും ഈ ഒരു മെഡിറ്റേഷൻ്റെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു ഫിലോസഫി അതടിസ്ഥാനത്തിലായിട്ട് പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ ഞങ്ങൾ ഇതിലേക്ക് വരും, നിങ്ങൾ ഗ്രാമം ചോദിച്ചപ്പോൾ ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾ ബാലിയിൽ നിന്ന് ബോൺവാങ്ങിയിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവരുടെ ഒരു ഫ്യൂണറൽ ചടങ്ങ് നടക്കും. അതൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ശവശരീരങ്ങളുടെ ഫ്യൂണറൽ ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. ഒരു വലിയൊരു ഒരു മേളയാണ്. നമ്മൾ ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് എന്താണെന്നറിയാൻ വേണ്ടി കയറി നോക്കുമ്പോഴാണ് ഒന്നാമത്തെ രസം പൂജാരികൾ, നമ്മളെ നാട്ടിലെ ഈ മുസ്ലിയാക്കന്മാരുടെ അതേ വെള്ള തുണിയും വെള്ള ഡ്രസ്സും വെള്ള തൊപ്പിയും ഇട്ടിട്ടുള്ള മുസ്ലിയാക്കന്മാരാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് മുസ്ലിം പരിപാടിയാണെന്ന് വെച്ചപ്പോൾ അല്ല, ഹിന്ദുക്കളുടെ ഫ്യൂണറലാണ്. ഒരു വലിയ ചടങ്ങാണ്. ഒരു ശ്മശാനമാണോ? അല്ല, ശ്മശാനത്തിന് മുമ്പായിട്ട് ചടങ്ങുകളുടെ ഒരു വലിയൊരു ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ ഒരുപാട് ആളുകൾ വരുന്നു. ആ ആളുകളൊക്കെ തന്നെ വ്യത്യസ്ത വസ്ത്രം ധരിച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിയിട്ടുള്ള ഒരു ആൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജകീയമായിട്ട് പറഞ്ഞയക്കുക എന്ന ഒരു രീതി. അത് വലിയ ചടങ്ങും ഒരുപാട് പൂക്കളും ഒരുപാട് ഒരുക്കങ്ങളുള്ളൊരു ഗ്രാമീണ ഉത്സവമാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് കയറി നോക്കുമ്പോൾ ഒരു മരണാനന്തര ചടങ്ങ്, ഒന്നല്ല ഒരു 10-20 ആളുകളുടെ ചടങ്ങുകൾ ആ ഒരു ദിവസം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ ഒരു വഴിയിലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ നമുക്ക് കാണാവുന്ന അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, പൊതുവിൽ അവരുടെ ഒരു ജീവിത മാർഗ്ഗമൊക്കെ എങ്ങനെയാണ്? തനി നാടൻ മനുഷ്യന്മാർ. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ എവിടെയും നിർത്താം, നല്ല മനുഷ്യന്മാരാണ്. കൃഷി, പ്രത്യേകിച്ച് ഈ സ്റ്റെപ്പ് കൾട്ടിവേഷൻ ഇഷ്ടംപോലുള്ള സ്ഥലമാണ്. അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. പച്ചപ്പുള്ള സ്റ്റെപ്പുകൾ, ഒരുപാട് ഏരിയകൾ സ്റ്റെപ്പായിട്ട്. നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് ഈ ടീ പ്ലാന്റേഷൻ കാണുന്നത് പോലെ അവരുടെ വയലുകൾ തന്നെ സ്റ്റെപ്പായിട്ട് മലയിൽ വെക്കുകയും അതെ, ആ രീതിയിൽ ഇഷ്ടംപോലെ ഏരിയകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫിഷിങ് കാണാൻ കഴിയും നമുക്ക്. പിന്നെ മറ്റൊന്നാണ് ഈ പെട്രോൾ പമ്പ്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു സാധനമായിരുന്നു. ഗ്രാമങ്ങളുടെ പെട്രോൾ പമ്പ് വീട്ടിലൊരു കുടിൽ വ്യവസായം പോലെയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഒരു ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് നടക്കാനിറങ്ങി. ഒരു 5 മണിക്ക് ഇറങ്ങി ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു വീട്ടിൻ്റെ മുന്നിൽ പെട്രോൾ അടിക്കുന്നുണ്ട്. വീട്ടിലൊരമ്മ വരുന്നു, അവിടുന്ന് പെട്രോൾ അടിച്ചു. പമ്പ് വീട്ടിൻ്റെ മുറ്റത്തൊരു പമ്പാണ്. നമ്മളെ നാട്ടിലൊരു പമ്പ് ഉണ്ടാക്കണമെങ്കിലുള്ള സുരക്ഷയും കത്താൻ സാധ്യതയും ഒരുപാട് ഒന്നുമില്ല. പമ്പിടുന്നുണ്ട്, പമ്പെന്നോല് നിറച്ചു കൊടുക്കുന്നുണ്ട്. അത് കള്ളവാറ്റോ അല്ലെങ്കിൽ കള്ള പെട്രോളോ അല്ല, നല്ല ഒറിജിനൽ പെട്രോൾ കൊടുക്കുന്ന തന്നെ
അതും ഒരു അഗ്നിപർവ്വതത്തിന്റെ താഴെ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നു വീട്ടിൽ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അത് കുറേ ദൂരെയാണ്, ബ്രോമോൻ്റെ കുറേ താഴ്വാരത്താണുള്ളത്. പക്ഷേ എങ്കിൽ കൂടി അങ്ങനത്തെ മേഖലയാണ്, ആ മേഖലയാണ്, ആ ഒരു ജാവ ദ്വീപിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു വോൾക്കാനോ ഒക്കെ ഉള്ള സ്ഥലത്ത് കൃഷിക്ക് എങ്ങനെയാണ് ആ മണ്ണ് അവർ വോൾക്കാനോനെ കുറിച്ച് പറയുന്നത് തന്നെ, വോൾക്കാനോ അത് പൊട്ടിക്കഴിഞ്ഞ് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള മണ്ണായി മാറുക. അതാണ് ഏറ്റവും കൃഷിക്ക് അനുയോജ്യം എന്നുള്ള. പക്ഷേ ഈ വോൾക്കാനോ ഡെസേർട്ട് എന്നാണ് ഈ ഒരു ഭാഗത്തിന് പറയുന്നത്. ഈ പൊട്ടിയിട്ടുള്ള ആദ്യം വന്നിട്ടുള്ളൊരു ഭാഗം നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് സൂം ചെയ്താൽ അത് കാണാൻ പറ്റും. ഒരു മരുഭൂമി പോലുള്ള ഒരു സ്ഥലമാണ് ആ ഒരു ഏരിയ, ഒരു വലിയൊരു സറൗണ്ടിങ്. പക്ഷെ അതിൻ്റെ ശേഷമുള്ള സ്ഥലം നല്ല ഫെർട്ടൈലായിട്ടുള്ള നല്ല കാർഷിക സമ്പുഷ്ടമായിട്ടുള്ള സ്ഥലമായിട്ട് തന്നെയാണ് കാണുന്നത്. സാധാരണ യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആക്റ്റീവ് വോൾക്കാനോ കാണാനായി മൗണ്ട് ബ്രോമോയിലേക്കുള്ള യാത്രയും അതിനു ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതവുമാണ് ഡോക്ടർ അജ്മൽ മൊയ്നും അദ്ദേഹത്തോടൊപ്പമുള്ള യാത്രാ സംഘവും കണ്ടതും അനുഭവിച്ചതും നമ്മളുമായി പങ്കുവച്ചതും. വളരെ നന്ദി ഈ ട്രാവലേഴ്സ് കഫേയിൽ അതിഥിയായി.